നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മയസ്റ്റീനിയ ഗ്രേവിസ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഇത് മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് സ്കെൽറ്റൽ മസിൽസിനെയാണ്. മയസ്റ്റീനിയ ഗ്രേവിസ് ഉള്ള ഒരു വ്യക്തി രാവിലെ ഉറക്കത്തിൽ നിന്ന് സാധാ പോലെയായിരിക്കും എഴുന്നേൽക്കുക. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അദ്ദേഹത്തിന് വീക്ക്നെസ് അനുഭവപ്പെടും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ് ലൈക്ക് വെജിറ്റബിൾ ചോപ്പിംഗ്. പച്ചക്കറി അറിയുന്നത് പോലെയുള്ള പ്രക്രിയകൾ ചെയ്യുന്നത് മുഖേന ഒരു ക്ഷീണം അനുഭവപ്പെടും. മയസ്റ്റീനിയ ഗ്രേവിസ് എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെ അഫക്റ്റ് ചെയ്യും. ഈ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ആണ് ഐയുടെ മൂവ്മെന്റിനും ഐലിഡ്സിന്റെ മൂവ്മെന്റിനും സഹായിക്കുന്നത്. മയസ്റ്റീനിയ ഗ്രേവിസ് വരുന്നത് മുഖേന ഡിപ്ലോപ്ലിയ അഥവാ ഡബിൾ വിഷൻ ഓർ ടോസിസ് അഥവാ ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ് സംഭവിക്കും. മയസ്റ്റീനിയ ഗ്രേവിസ് യൂഷ്വലി അഫക്ട് യങ് വുമൺ ഇൻ their 20s to 30s and older men in their 60s to 70s. To understand more about myasthenia gravis, let us look into the muscle contraction at cellular level. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മോട്ടോർ ന്യൂറോൺ റിലീസസ് എ ന്യൂറോട്രാൻസ്മിറ്റർ കോൾഡ് അസറ്റൈൽകോളിൻ ടു ദ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഈ അസറ്റൈൽകോളിൻ ബൈൻഡ്സ് വിത്ത് നിക്കോട്ടിനിക് അസറ്റൈൽകോളിൻ റിസപ്റ്റർ which is present on muscle cell membrane. As a result, ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ മസിൽ സെല്ലിൽ സംഭവിക്കുന്ന മുഖേന മസിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു. മയസ്റ്റീനിയ ഗ്രേവിസ് എന്നത് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഇറ്റ് കോസസ് സൈറ്റോടോക്സിക് ഇഞ്ചുറി, അതായത് ഹോസ്റ്റ് സെല്ലിന് ഡെത്തോ ലൈസിസോ സംഭവിക്കും. ഇവിടെ ബി സെൽസ് ഒരു ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ആന്റിബോഡി ബൈൻഡ്സ് വിത്ത് നിക്കോട്ടിനിക് അസറ്റൈൽകോളിൻ റിസപ്റ്റർ. അത് മുഖാന്തരം അസറ്റൈൽകോളിന് ബൈൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ആസ് എ റിസൾട്ട് മസിൽ കോൺട്രാക്ഷനും തടസ്സപ്പെടും. ദിസ് anti-acetylcholine receptor antibodies also activate classical complement pathway. It usually fights against bacterial infection, but here it causes inflammation and leads to the muscle cell destruction. In minority of people, another antibody called muscle specific receptor tyrosine kinase antibodies is activated and targets the proteins in muscle cells. It ultimately leads to muscle cell destruction. പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം അഥവാ അണ്ടർലൈൻ ക്യാൻസറും ഇതിന് കോസായിട്ട് വരാറുണ്ട്. ലൈക്ക് ബ്രോങ്കോജനിക് ക്യാൻസറോമ ഓർ തൈമിക് നിയോപ്ലാസം. ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് ആന്റിബോഡീസ് ആൻഡ് കോസസ് മയസ്റ്റീനിയ ഗ്രേവിസ്. കണ്ടീഷൻ നോൺ ആസ് myasthenic crisis may occur. It is a life-threatening stage. For example, decreased functioning of breathing muscle. Now, let us get into the treatment aspect. Intake of acetylcholine esterase inhibitors, which includes neostigmine or pyridostigmine. It stops breakdown of acetylcholine and increases concentration of acetylcholine. Next, uptake of immunosuppressive drugs like prednisone. It reduces production of antibodies. Last, surgical removal of thymus. Let me conclude. Thank you for your patient listening.